ഹായ് സുഹൃത്തുക്കളെ, റാബൂസ് പോൾട്രി ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയെന്ന്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക. ഹായ് സുഹൃത്തുക്കളെ, റാബൂസ് പോൾട്രി ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട ഒരു കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീട്ടിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ ഇതുപോലെ ഡ്രമ്മുകളോ ബേസിനോ ബക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. ആ ഒരു ബേസിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്റ്റൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൂളോ ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കാം. കാരണം നമ്മൾ ഡയറക്റ്റ് നിലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ഒരുപാട് ഉറുമ്പുകളും മറ്റുള്ളതൊക്കെ അതിലേക്ക് കയറാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളെ വീട്ടിലുണ്ടായ ഇപ്പോൾ ഫുഡ് വേസ്റ്റാണ് ഈ കാണുന്നത്. 2-3 ദിവസത്തെ ഫുഡ് വേസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ ഒരു ബേസിനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഉണങ്ങി റെഡിയാക്കി വെച്ച ആ ഒരു കോക്കോപിറ്റ്, അതായത് നമ്മുടെ ചകിരിച്ചോറ്, ആ ഒരു വേസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുപാട് ചകിരിച്ചോറ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫുഡ് വേസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്കിത് വീട്ടിൽ 1-2 ദിവസങ്ങൾ കൂടും ഇതുപോലെ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ചകിരിച്ചോറ് വെച്ച് കവർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഫുഡ് വേസ്റ്റ് മാത്രമല്ല, നമ്മളെ വീട്ടിലുണ്ടാകുന്ന അടിച്ചു വാരിയിട്ടുണ്ടാകുന്ന ചപ്പ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പം നമ്മൾ ഈ മുന്നേ ചെയ്ത് വെച്ച ഒരു കമ്പോസ്റ്റ് നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മളൊരു ചെറിയ ബക്കറ്റിൽ ചെയ്തതായിരുന്നു. അപ്പോൾ അത് ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതുപോലെ നല്ല ബ്ലാക്ക് കളറായി മാറും. അപ്പോൾ ഇനിയും ഇത് കുറച്ചും കൂടി ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ പുഴുക്കൾ വരാൻ തുടങ്ങും. ആ പുഴുക്കളെയാണ് നമ്മൾ നമ്മുടെ കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് ജസ്റ്റ് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തി ഉണ്ടാക്കുന്ന പച്ചക്കറികളുണ്ട്. ആ പച്ചക്കറി തോട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും നല്ല കായ്ഫലങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആവത്തില്ല. എല്ലാം നമ്മളുടെ തൈകൾക്കും നമ്മളെ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പുഴുക്കളെ മാത്രമാണ് നമ്മളെ കോഴികൾക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പച്ചക്കറി തോട്ടങ്ങളെ കുറിച്ചും അത് എങ്ങനെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്.